ജസ്റ്റ് സെറ്റ് ജെന്നിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് സംസാരിക്കുന്നത്. ഞാനല്ലാതെ 7 ടെലികോളേഴ്സും ഈ ജസ്റ്റ് സെറ്റ് ജെന്നി ബാംഗ്ലൂർ ഏജൻസി, അതായത് രാമൂർത്തി നഗർ ഏജൻസിയിൽ അകപ്പെട്ട, അതായത് നമ്മുടെ 350 ക്ലയൻറ്റിൻ്റെ കൂടെ അകപ്പെട്ട 7 ടെലികോളേഴ്സാണ് ഞങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ക്ലയൻസ് 1.5 ലക്ഷം വെച്ച് അടച്ചിട്ട് 6-7 കോടി അടിച്ചോണ്ട് പോയ ഫ്രോഡ് ജസ്റ്റ് സെറ്റ് ജേർണിയിൽ. അതിൽ മെയിൻ കണ്ണിയായ വ്യക്തിയാണ് അനിൽകുമാർ, വൈഫായ ആശയും. അതല്ലാതെ ആതിര കെ അനു എന്ന് വിളിക്കുന്ന മില, അനുരാജ് എന്ന് വിളിക്കുന്ന അഭിഷേക്, ദീപക് എന്ന് വിളിക്കുന്ന ദീപു, ലിനേഷ് എന്ന് വിളിക്കുന്ന ദിനേശ് കുമാർ, ബൈജു, അതല്ലാതെ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന മെയിൻ ഓണർഷിപ്പ് ടിജോ, അതല്ലാതെ ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്ന 2 ലേഡീസും. ഇവരാണ് ഈ ജസ്റ്റ് സെറ്റ് ജെന്നിയുടെ ഫ്രോഡുകൾ. അതായത് ഈ ടെലികോളേഴ്സ് വഴി ഇവർ രക്ഷ നേടുക, അതായത് 7-8 കോടി അടിച്ചുകൊണ്ട് പോവുക, അതാണ് ഇവരുടെ പ്ലാൻ. ഓക്കെ, ബാംഗ്ലൂരിൽ മാത്രമല്ല ഇവരുടെ ഏജൻസി ഉള്ളത്, കൊൽക്കത്തയിലും ഉണ്ട് ഏജൻസി. ഈ കൊൽക്കത്തയിൽ ഇസ്രയേലിലുള്ള 2 ലേഡികളെയാണ് വെച്ച് ഇവർ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. പക്ഷെ അവിടെ അത്ര വർക്കൗട്ട് ആയില്ല. അവിടെ ഒരു 15-20 ക്ലയൻസേ ആയിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ 350 മേലെ, അതായത് 400ഓളം ക്ലയൻസിന് നിന്നും 1.5 ലക്ഷം വെച്ച് ഇവർ തട്ടിച്ചെടുത്തു. അതായത് ഞങ്ങളുടെ വഴി, അതായത് ടെലികോളേഴ്സ് വഴി. ടെലികോളേഴ്സിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ക്ലയൻറ്റിനെ വിളിക്കുക, കൺവിൻസ് ചെയ്യുക, മാനേജറോട് സംസാരിക്കുക, ജോലിക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവർ OLX വർക്ക് ഇന്ത്യ ഈ ആപ്പിൽ കൂടാണ് ഈ ടെലികോളേഴ്സിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തത്. മെയിനായിട്ട് ഇൻ്റർവ്യൂ ചെയ്തത് അനിൽകുമാർ എന്ന് വിളിക്കുന്ന ശോഭിയും ആതിരാക്കയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അതായത് ലേഡീസിനെ മാത്രമേ ഇവർ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. കാരണം ലേഡീസ് ആകുമ്പം ബോൾഡ് അല്ലല്ലോ, അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ ടെലികോളറായിട്ട് വിളിച്ചത്. അപ്പം ഞങ്ങൾക്ക് നല്ല സാലറികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തു. ഒരു MNC കമ്പനിയിലുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയിരുന്നു ഈ പക്ക ഫ്രോഡുകൾ ചെയ്തുകൊണ്ടിരുന്നത്. കോട്ട് ഇടുക, നല്ല നീറ്റ് ആൻഡ് ഡ്രസ്സ്, സാലറി, ഇൻസെൻറ്റീവ്സ് എല്ലാം ഓഫർ ചെയ്താണ് നമ്മളെ ഇങ്ങോട്ട് കൺവിൻസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മുടെ ക്ലയൻസ്, അതായത് 350 പ്ലസ് 400 ക്ലയൻസ് ആണ് ഇന്ന് അകപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതായത് വയനാടിൽ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി, 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവർ കാരണം സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. 2 വയസ്സുള്ളൊരു കൊച്ചു കുട്ടിയാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പറ്റിക്കൽ മാത്രമല്ല, ഇവർ കാരണം എത്രയോ പെൺകുട്ടികളും, നമ്മളറിയാതെ തന്നെ എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് സൂയിസൈഡിൻ്റെ വക്കത്താണ്, അതായത് അറസ്റ്റിലാണ്. പിന്നെ വേറൊരു കണ്ണിന്ന് പറയുമ്പം വിൻസെൻ്റ് റൊസാരിയോ എന്ന് പറഞ്ഞ ഒരാളെ, അതായത് ഇവിടെ എവിടെയോ ഒരു ലോക്കലുള്ള ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് പ്രൊപ്പറേറ്ററാണെന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാണ് ഈ ഓഫീസ് നടത്തിയത്. ഇതൊന്നും നമുക്കറിയാതെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും വരുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത്, അതായത് അനിൽകുമാറിൻ്റെ വൈഫ്, അതായത് ആശ, അത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഈ അനിൽകുമാർ ഓഫീസിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, 2 ദിവസം കഴിയുമ്പം ഈ ആശ കോൾ ചെയ്യാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഇവർ ആക്ച്വലി അവർ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയ നഴ്സാണ് അവർ. ഈ വീഡിയോ കോൾ ചെയ്ത് ഈ ഓസ്ട്രിയയെക്കുറിച്ചും ഈ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചും ഒരു എക്സ്പ്ലെയിൻ, അതായത് നമ്മൾ കേൾക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കും. അതേപോലെ ക്ലയൻറ്റിനോടും ആശ സംസാരിച്ചിട്ടുണ്ട് വീഡിയോ കോളിൽ, ഇങ്ങനെയാണ് പ്രോസസ്സിങ്ങിനൊക്കെ. അപ്പം ക്ലയൻസും കുറേ ആൾക്കാർ ഇത് വിശ്വസിച്ചു, ഈവൻ ഞങ്ങൾ പോലും അത് വിശ്വസിച്ചു. ഞാനൊരു 5 to 6 months അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. നമ്മളെപ്പോലും അവർ പറ്റിച്ചു. അതായത് ഈ കർണാടകയിൽ സെറ്റിലായ ഒരാളാണ് ഞാൻ. എന്നെപ്പോലും, ഈവൻ 350 ക്ലയൻസിനെ പോലും ഇവരുടെ ഫ്രോഡ്, അതായത് ഇവരുടെ ചിരി, ഇവരുടെ വീഡിയോ കോൾസും ഇതും കൊണ്ട് ഇവർ പറ്റിച്ചു. ഓക്കെ, പറ്റിക്കത് വിടട്ടെ, പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അതായത് ഒരു പെൺകുട്ടി ഇന്ന് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് തരക്കേടില്ലാത്ത ആക്ഷൻ തന്നെ എടുക്കണം. അതായത് 1 വർഷം 2 വർഷം ജയിലിൽ ഇട്ടല്ല ഇവർക്ക്, അതായത് ഒരു 10 വർഷമെങ്കിലും ജീവൻ തടവ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇവർ 1-2 പേരുടെ ലൈഫല്ല ഇട്ട് കളിക്കുന്നത്, എത്രയോ ആൾക്കാരുടെ സ്വപ്നമാണ്.
ഇന്ന് ഈ 8 ടെലികോളേഴ്സും ഞാനും ഉൾപ്പെടെ ഇന്ന് ഞങ്ങൾ ഒന്നുമല്ലാണ്ടാക്കി കളഞ്ഞു. അതായത് ബാംഗ്ലൂരിൽ സെറ്റിലായ ഞാൻ, ഓക്കെ, ഇതേപോലെ എത്രയോ പേര് സെറ്റിലായ ആൾക്കാർ ഇന്ന് ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞവർ. ഒരു സെക്കൻഡ് കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തകളിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി, അതായത് നമ്മുടെ 350 ക്ലയൻസിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ഈവൻ ഈ 350 ക്ലയൻസും ഈ മാർച്ച് 10 തൊട്ട് അവർ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ മനസ്സിലാക്കുന്ന പോലീസ് ആരായാലും ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ ആ മരണം വാർത്തയെങ്കിലും എടുത്തിട്ട് നിങ്ങൾ ഇതിന് എന്തെങ്കിലും തക്കതായ ശിക്ഷ കൊടുക്കണം. എസ്പെഷ്യലി അനിൽ ആശ. കാരണം ഈ അനിൽ എന്ന് പറയുന്ന ഒരാൾ വെറും 4ാം ക്ലാസ്സുകാരനാണ്. ഈ 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയിൽ ഇത്രയും, അതായത് 4ാം ക്ലാസ്സുകാരൻ്റെ തലയിൽ ഇത്രയും ക്രിമിനലായ ബുദ്ധി ഉണ്ടെങ്കിൽ ഇവനെ അറസ്റ്റ് അല്ല ചെയ്യേണ്ടത്. അതായത് അറ്റ്ലീസ്റ്റ് നമ്മുടെ പബ്ലിക്കിന് വിട്ടുകൊടുക്കുക. കൊലപാതകത്തിൻ്റെ അല്ല, ഇത് അങ്ങേ അറ്റമാണ് ഇത് ചെയ്യുന്നത്, ഒരിടത്തല്ല. ഇതേപോലെ അനുരാജ് ഹൈദരാബാദിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഫ്രീസ് ആക്കിയിട്ടുണ്ട്. ഈ ആതിര എന്ന് പറയുന്ന ആള് നമ്മളെ പറഞ്ഞ് എമോഷണലി ചെയ്ത് പറ്റിച്ച ഒരാളാണ്. എത്രയോ ആൾക്കാർ, എത്രയോ ആൺകുട്ടികളുടെ, ഓക്കെ, പെൺകുട്ടികളല്ല, എത്രയോ ആൺകുട്ടികൾ, അതായത് ക്ലയൻസായ ചെറിയ ചെറിയ ആൺകുട്ടികളുടെ ജീവിതമാണ് അവൾ നശിപ്പിച്ചത്. 1-2 പേരല്ല. പിന്നെ അതേപോലെ ഞങ്ങളെയും അതേപോലെ അവൾ, അതായത് സ്ട്രിക്റ്റ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഒരുമാതിരി നമ്മുടെ എമോഷണൽ വെച്ച ഒരു ഇത് ചെയ്യും. ഇങ്ങനെയാണ് അങ്ങനെയാണ് ജോലി, ഇല്ലെങ്കിൽ ടെർമിനേഷൻ. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ നമ്മൾ ചെയ്ത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷന് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണോ ഇവള് പക്ക ഫ്രോഡാണ്, പക്ക ഫ്രോഡ്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക്, അതായത് 5-6 മാസം കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് 10-ാം തീയതി വർക്ക് പെർമിറ്റ് വരും, ഓഫർ ലെറ്റേഴ്സ് വരും, ക്ലൈൻറ്റിനോട് ഹാപ്പി ആയിട്ട് വിളിച്ച് സംസാരിക്കുക, മൺഡേ വരിക, മൺഡേ ഓണേഴ്സ് വരും. അതായത് ഈ ടിജോ എന്ന് പറയുന്ന ആള് ഓണേഴ്സ് വരുന്നുണ്ട്, മെയിൻ ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്, അനിൽ എന്ന് പറഞ്ഞ ആൾ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത്, അതായത് വുമൻസ് ഡേയുടെ അന്ന് അവൾ കുറേ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ഇവരെല്ലാവരും. ഈ ബൈജു എന്നൊക്കെ പറയുന്ന ആൾ, ആക്ച്വലി ഈ പാർട്ട്ണർഷിപ്പിലുള്ള ഒരാളാണ് ബൈജു. ഈ ബൈജുവിന് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഗോകുലം ഫിനാൻസിൽ എത്രയും ആൾക്കാരിൽ നിന്ന് പണം തട്ടിപ്പിൽ അയാളെ പുറത്താക്കിയതാണ്. അയാൾ വരെ ഇതിൻ്റെ അകത്താണ്, ഇതിൻ്റെ ഈ ഒരു കൂട്ടത്തിലുണ്ട്. നമ്മളെ മാനസികമായിട്ട്, അതായത് നമ്മുടെ എമോഷണലി ഇവർ കയറി പിടിച്ചാണ് നമ്മളെ അത്രയും ദിവസം ഹാപ്പി ആയിട്ട് ഇവർ നമ്മളെ കൊണ്ടുപോയത്. അതായത് എമോഷണലി, ഇപ്പം നമുക്കൊരു ലീവ് വേണമെങ്കിൽ എമോഷണലായിട്ട് ചെയ്യും. കാരണം അവർക്ക് വർക്കാണ് വേണ്ടത്, അവർക്ക് അമൗണ്ടാണ് വേണ്ടത്. ഈ 10-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ നമുക്ക് 3 ദിവസം ലീവ് തന്നു. അതായത് ടെലികോളേഴ്സിന് 3 days ലീവ് തന്നു. ഞങ്ങൾ 11th ഫോൺ ചെയ്തു, ഫോൺ സ്വിച്ച് ഓൺ ആണ്. 12th ഫോൺ ചെയ്തു, സ്വിച്ച് ഓഫ് ആയി. ഞങ്ങൾ ഇപ്പം KR പുരം, അതായത് രാമൂർത്തി നഗർ, ബാംഗ്ലൂർ രാമൂർത്തി നഗർ, ഞങ്ങൾ സ്റ്റേഷനിൽ ഇപ്പം FIR ഫയൽ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലയൻസ് എല്ലാം ഇന്ന് ഞങ്ങൾ ഈ 8 പേരും ഐ വിറ്റ്നസ് ആണ്. ഇന്ന് ഞങ്ങൾ ഈ നമ്മുടെ 350 ക്ലയൻറ്റിന് വേണ്ടി ഇന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്, രാവും പകലും അല്ലാണ്ട്. എന്തെങ്കിലും ഒരു ന്യായം, അതായത് ഇവരെ അറ്റ്ലീസ്റ്റ് അറസ്റ്റ് ചെയ്യുക, ബെയിൽ വിടരുത്. ബെയിലല്ല, മുൻകൂർ ജാമ്യത്തിന് ദയവ് ചെയ്ത് വിടാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ നിങ്ങൾ വിചാരിച്ച്. പിന്നെ വയനാട്ടിൽ നടന്ന ആ സൂയിസൈഡ് അറ്റംപ്റ്റ്, കൊച്ചുകുട്ടിയാണ്, കൊച്ചുകുട്ടിയുടെ അമ്മയാണ്. അതായത് അവരുടെ മോക്ക് 2 വയസ്സ് പോലും ആയിട്ടില്ല. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇവരെ വെറുതെ വിടരുത്. ഇതല്ലാതെ എത്രയോ പേരുടെ ജീവനും ഇവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇവർ ഈ ഗെയിമിൽ അവർ കളിക്കാൻ പാടില്ല. ഇന്നത്തോടെ ഇത് ലാസ്റ്റ് ആവണം. ദയവ് ചെയ്ത് ഞങ്ങളുടെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങൾ മനസ്സിലാക്കുക, പോലീസുകാർ മനസ്സിലാക്കുക. ഈ അനിൽ എന്ന് പറയുന്ന ആൾക്ക് അവരുടെ നാട്ടിൽ ആരൊക്കെയോ സപ്പോർട്ട് ഉണ്ടാവാം. ചിലപ്പോൾ അതുകൊണ്ട് മാത്രം അയാൾ ഇന്നിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു.